പൊതുയാത്രാ സംവിധാനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനും പൊതുനിരത്തുകളിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങളെ ഒഴിവാക്കാനും അതുമൂലം ഉണ്ടാകാവുന്ന ഒരു വലിയ മാറ്റം, കാർബൺ ന്യൂട്രലൈസേഷൻ അടക്കമുള്ള ഒരു വലിയ വിഷയമാണ് പൊതുയാത്രാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായി സ്വകാര്യ വാഹനങ്ങൾ ആശ്രയിച്ചു പോകുന്നവരൊക്കെ KSRTCയിലേക്ക് കയറുന്നത് KSRTCയുടെയും ഒരു മാറ്റത്തിന്റെ സൂചനയായി മാറും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും KSRTCയിൽ യാത്രാ സൗജന്യം കൊടുക്കുന്നത് നല്ലതാണ് എന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്നവരാണ്. സ്ത്രീപുരുഷ വ്യത്യാസം അതിനകത്ത് ഉണ്ടാവേണ്ട കാര്യമില്ല. എന്നാലും ഇവിടെ ഇപ്പോ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് UDF പ്രഖ്യാപിച്ചൊരു ഗ്യാരണ്ടി. അത് ജനങ്ങൾ വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ വിഭാഗം വോട്ടർമാരെ അതിന്റെ ഒരു ഗുണഫലം അവർക്ക് അധികാരത്തിലെത്തുന്നതിൽ നന്നായി ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. സ്വാഭാവികമായി ഇത് KSRTCയിൽ നടപ്പിലാക്കുമ്പോൾ വരുന്ന സാമ്പത്തിക ബാധ്യതയാണ് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചർച്ചയ്ക്ക് ഇടമൊരുക്കുന്നത്. നിലവിൽ KSRTCയുടെ ഒരു വരുമാനം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 7.5 കോടി രൂപ വരുമാനം നിലവിൽ KSRTCക്ക് ഉണ്ട്. ശരാശരി ഒരു മാസം എടുത്താൽ 220 കോടി രൂപയുടെ ഒരു കണക്കാണ് നമുക്കിപ്പോ 2026 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ഓപ്പറേഷണൽ റവന്യൂ വെച്ച് കണക്ക് നോക്കി അതിന്റെ ഒരു ശരാശരി എടുത്താൽ 220 കോടി രൂപ നമുക്ക് വരുന്നുണ്ട്. എന്നാൽ പ്രതിമാസം ഒരു ദിവസം 14 കോടി രൂപ വരെ വന്ന അനുഭവം നിങ്ങളൊക്കെ വാർത്തയിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 10 കോടിയും 12 കോടിയും ഒക്കെ വരുന്ന കണക്ക് സമയമുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് കുറഞ്ഞ 7 കോടി രൂപ വരെ വരും. ഞങ്ങളൊരു ശരാശരി 7.5 കോടി രൂപയാണ് ഞങ്ങൾ ശരാശരി എടുക്കുന്നത്. എന്നാൽ പോലും പ്രതിമാസം 220 കോടി രൂപ വരും. ഇതിനകത്ത് ഈ 220 കോടി രൂപയ്ക്കൊപ്പം KSRTCയുടെ നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂ ഒരു 20 കോടിയോളം രൂപ വരും. അത് ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കും. എന്നാലും ശരാശരി 20 കോടി രൂപ ബഡ്ജറ്റ്, ടൂറിസം, യാത്രാ, ഫ്യൂൽസ്, കൊറിയർ, ലോജിസ്റ്റിക്സ്, ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് വരും. അതിനോടൊപ്പം സർക്കാരിന്റെ സഹായം പെൻഷന് വേണ്ടി 74 കോടി രൂപയും ശമ്പളത്തിന് വേണ്ടി ഒരു 50 കോടി രൂപയും സർക്കാർ നമുക്ക് തരുന്നുണ്ട് എല്ലാ മാസവും. അങ്ങനെ ഒരു 124 കോടി രൂപ സർക്കാരിന്റെ സഹായവും KSRTCയുടെ തനത് വരുമാനവും കൂടി ചേർത്താണ് ഇപ്പോ ഒരു മാസം മുന്നോട്ടേക്ക് തള്ളി നീക്കുന്നത്. എന്നാലും ഒരു -10 കോടി അല്ലെങ്കിൽ ഒരു 15 കോടി രൂപയുടെ ഒരു ക്യാഷ് ഡെഫിസിറ്റ് അതിനകത്ത് നമുക്ക് കാണാനും പറ്റും. അപ്പൊ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ ജെൻഡർ ടിക്കറ്റ് നടപ്പിലാക്കിയപ്പോ 3 ദിവസമേ എടുത്തുള്ളൂ എങ്കിൽ പോലും 52 മുതൽ 55% വരെ സ്ത്രീകളാണ് KSRTC ബസ്സിനകത്ത് കയറുന്നത് എന്ന കണക്കാണ് നമുക്ക് കിട്ടിയത്. 50% മുകളിലുണ്ട്. സ്വാഭാവികമായി ഈ യാത്രാ സൗജന്യം KSRTCയിൽ മാത്രമായി വരുമ്പോൾ സ്വകാര്യ ബസ്സുകളിൽ പങ്കുവയ്ക്കുന്ന ആശങ്ക പോലെ അവർക്കകത്ത് കയറുന്ന കൂടുതൽ യാത്രക്കാരും ഹ്രസ്വദൂര യാത്രക്കാരാണ് സ്വകാര്യ ബസ്സുകൾ. കാരണം 140 കിലോമീറ്ററിന് അകത്ത് പെർമിറ്റ് കിട്ടുന്ന റൂട്ടുകളാണ് അവരെടുത്തിട്ടുള്ളത്. സ്ത്രീ യാത്രക്കാരാണ് സ്വകാര്യ ബസ്സുകൾ കൂടുതലായിട്ടുള്ളത്. അവരും ഇവിടെ സൗജന്യമാണെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറാനുള്ള സാധ്യത വരും. 2 വീലറുകളിലും ഓട്ടോറിക്ഷയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നവരും ഒക്കെ ഒരു ചെറിയ ലാഭമാണെങ്കിലും KSRTCയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായി യാത്രക്കാരുടെ എണ്ണം ഒരു 70% വരും. എങ്കിൽ പോലും നമ്മൾ അതൊന്നും കണക്കാക്കാതെ മിനിമം 50% യാത്രക്കാർ വനിതകളാണ് എന്ന ഒരു കണക്കെടുത്തുകൊണ്ട് നോക്കിയാലും ഒരു മാസം KSRTCക്ക് ആ നിലയിൽ വരുമാന നഷ്ടം 110 കോടി രൂപ വരും. 220 കോടി രൂപ ഓപ്പറേഷൻ റവന്യൂവിന്റെ 50% എടുക്കുമ്പോൾ 110 കോടി രൂപ അവിടെ KSRTCക്ക് ഒരു വരുമാന നഷ്ടം വരും. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് നിലവിൽ പെൻഷനും ശമ്പളത്തിനും തന്നുകൊണ്ടിരിക്കുന്നതും ഈ യാത്രാ സൗജന്യത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന വരുമാന നഷ്ടവും കൂടി ചേർത്ത് 234 കോടി രൂപ ഒരു മാസം KSRTCക്ക് സർക്കാർ എല്ലാ മാസവും തരേണ്ടി വരും. അത് ഇടതടവില്ലാതെ തരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് നിലയിലും ആ പദ്ധതി നടപ്പാക്കുന്നതിനോട് നമുക്ക് വേറെ മറ്റ് തർക്കങ്ങളെയോ ആശങ്കയോ ഒന്നും ഞങ്ങൾ പ്രകടിപ്പിക്കേണ്ട കാര്യമല്ല. അത് ഉറപ്പാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ യാത്രാ സംവിധാനം കൂടുതൽ മെച്ചപ്പെട്ട് സൗജന്യമാക്കണം എന്നൊരു നിലപാട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പങ്കുവയ്ക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇത് നടപ്പാക്കുകയാണെങ്കിൽ ഇത് സർക്കാരിൻ്റെ വലിയൊരു വിജയമായി തന്നെ നമുക്ക് കണക്കാക്കാം. ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിമാസം ഇത്ര രൂപ ഈ സർക്കാർ ഇത് KSRTCക്കായി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ ആവുമ്പോൾ പോലും ഈ നമുക്കറിയുന്ന പോലെ KSRTCയുടെ ജീവനക്കാർക്കുള്ള ശമ്പളം, അതുപോലെ തന്നെ പെൻഷൻ, അതൊക്കെ മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി പോകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഇല്ലേ? അങ്ങനെ മുടങ്ങുകയാണെങ്കിൽ പിന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധം അത്തരത്തിലേക്കൊക്കെ കടക്കില്ലേ?
ഞങ്ങളിപ്പോ അങ്ങനെ ഒരു പ്രൊജുഡീസ് ആയ ഒരു മൈൻഡിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറി വന്ന ഉടനെ ശമ്പളം മുടങ്ങും, പെൻഷൻ മുടങ്ങും എന്നൊരു ധാരണയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. പക്ഷെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാ ഘട്ടങ്ങളിലും അവിടെ സഫർ ചെയ്യേണ്ടിയും സ്ട്രഗിൾ ചെയ്യേണ്ടിയും വന്നിട്ടുള്ളത് ജീവനക്കാരും പെൻഷൻകാരുമാണ്. മറ്റാർക്കും വേണ്ടി വന്നിട്ടില്ല. അവിടെ കാലാകാലങ്ങളിൽ ഭരിക്കാൻ വന്ന മന്ത്രിമാർക്കോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് നിയമിക്കപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഗവൺമെന്റ് നിയോഗിക്കപ്പെട്ട മാനേജിംഗ് ഡയറക്ടർമാർക്കോ ചെയർമാൻമാർക്കോ വകുപ്പ് സെക്രട്ടറിമാർക്കോ അവർക്ക് ആർക്കും ഇതിന്റെ ഒരു പ്രാരബ്ധവും ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. സ്വാഭാവികമായി ഡീസൽ വരുന്ന വരുമാനത്തിന്റെ നേർപകുതി ഡീസലിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുകയാണ്. ഡീസൽ വാങ്ങാതിരിക്കാനൊക്കില്ല, ഡീസലിന് പണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വണ്ടി ഓടണമെങ്കിൽ, നിരത്തിലിറങ്ങണമെങ്കിൽ സ്പെയർ പാർട്സ് ഉണ്ടാവണം, മെയിൻ്റെനൻസ് നടക്കണം. സ്പെയർ പാർട്സ് വാങ്ങാതിരിക്കാനൊക്കില്ല, ഇൻഷുറൻസ് എടുക്കാൻ ഒക്കില്ല, കോടതികളുടെ MST കൊടുക്കാതിരിക്കാനൊക്കില്ല, ടെലിഫോൺ, കറണ്ട്, ഫാസ്ടാഗ് ഉൾപ്പെടെയുള്ള ഇതിന്റെ അനുബന്ധമായ ഇന്റർനെറ്റ് അടക്കമുള്ള മറ്റ് അനുബന്ധ ചെലവുകളൊന്നും മാറ്റിവെക്കാനൊക്കില്ല. അപ്പൊ എവിടെ ആർക്ക് കുറയ്ക്കാം എന്നത് ഇത്തരം ഒരു സാമ്പത്തിക പ്രതിസന്ധി മുമ്പിൽ വരുമ്പോൾ, പണമില്ലാതെ മുമ്പിൽ വരുമ്പോൾ, ബാക്കി എല്ലാത്തിനും പണം കണ്ടെത്തുമ്പോൾ അവസാനത്തെ പ്രയോറിറ്റിയായി ജീവനക്കാരന്റെ ശമ്പളവും പെൻഷൻകാരുടെ ആനുകൂല്യങ്ങളും ഒക്കെ മാറുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ എല്ലാ അനുഭവത്തിലും. അത് LDF ആവട്ടെ UDF ആവട്ടെ, രണ്ട് സർക്കാരുടെയും കാലത്ത് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ദുരനുഭവം അതാണ്. അപ്പൊ ആ സാഹചര്യം മുൻനിർത്തിയാണ് ഞങ്ങൾ പറയുന്നത്, സാമ്പത്തിക പ്രതിസന്ധിയുടെ മറപിടിച്ചുകൊണ്ടോ ലാഭനഷ്ടത്തിന്റെ കണക്ക് നോക്കിക്കൊണ്ടോ ആകെ കണക്കിലെടുക്കുന്നത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ശമ്പളം കൃത്യമായി ലഭ്യമാക്കാതിരിക്കുക, പെൻഷൻ കൃത്യമായി കൊടുക്കാതിരിക്കുക എന്ന അനുഭവം മുൻനിർത്തിക്കൊണ്ട് അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യയിൽ യാത്രാ സൗജന്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്തത് ഒരു മാതൃകയാക്കി കേരളത്തിൽ സ്വീകരിക്കാം. തെലങ്കാനയിൽ യാത്രാ സൗജന്യമുണ്ട്. തെലങ്കാന RTCയെ കോർപ്പറേഷനിൽ നിലനിർത്തിക്കൊണ്ട് ജീവനക്കാരെയും പെൻഷൻകാരെയും ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തു. ഹരിയാന റോഡ്വൈസ് അതിനെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് ജീവനക്കാരെയും പെൻഷൻകാരെയും ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തു. ആന്ധ്ര റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ APSRTC അവിടെയും യാത്രാ സൗജന്യമാണ്. അവിടെയും APSRTCയെ പബ്ലിക് സെക്ടർ എന്ന നിലയിൽ ഒരു കോർപ്പറേഷൻ സ്റ്റാറ്റസിൽ നിലനിർത്തിക്കൊണ്ട് ജീവനക്കാരെയും പെൻഷൻകാരെയും ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ സ്വാഭാവികമായി ഇതൊരു വരുന്ന മന്ത്രിക്കോ അല്ലെങ്കിൽ മാനേജ്മെന്റിനോ മറ്റാർക്കെങ്കിലും ഒരു പ്രത്യേക ബാധ്യതയായി ഈ പെൻഷനും ശമ്പളവും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും വരില്ല. അത് സാധാരണ 5.5 ലക്ഷം സർക്കാർ ജീവനക്കാരും അധ്യാപകരും എന്നതുപോലെ തന്നെ ആ കൂട്ടത്തിൽ 5.5 ലക്ഷത്തിനോടൊപ്പം 21,000 ജീവനക്കാരും കൂടി കയറുമെന്ന് മാത്രമേ ഉള്ളൂ. 21,000 ജീവനക്കാരെന്ന് പറഞ്ഞാൽ കടലിൽ കായം കയക്കും പോലെയാണ്. അപ്പൊ അതുകൂടി കയറി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. അവരെ കൂടി ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്ത് ജീവനക്കാരാക്കി മാറ്റുക, ഒപ്പം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് കൂടുതൽ യാത്രാ സൗജന്യം ഉണ്ടാക്കി ഈ കാര്യങ്ങളെ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോവുക. അതാണ് ഞങ്ങൾ അതിനോട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.